ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 50 നോമ്പിന്റെ ദിവസങ്ങളിലൂടെ നാം കടന്നു പോവുകയാണല്ലോ. നോമ്പ് എന്നത് കർത്താവിനെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്ന അനുഭവമായി തീരണം. ഇന്ന് നോമ്പിന്റെ 34-ാം ദിവസമാണ്. ക്രൂശിലെ സ്നാനം എന്നതാണ് ഇന്നത്തെ ചിന്താവിഷയം. അതിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് വിശുദ്ധ മർക്കോസ് 10-ാം അധ്യായം 35 മുതൽ 45 വരെയുള്ള വാക്യങ്ങളാണ്. നിന്റെ മഹത്വത്തിൽ നിന്റെ വലത്തും ഇടത്തും ഇരിക്കാൻ ഞങ്ങളെ അനുവദിക്കണമേ എന്ന സബദി മക്കളായ യോഹന്നാന്റെയും യാക്കോബിന്റെയും അപേക്ഷയ്ക്ക് യേശു നൽകുന്ന മറുപടിയാണ് ഈ ഭാഗത്ത് എഴുതിയിരിക്കുന്നത്. ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് യേശു ചോദിക്കുന്നു. ആ സ്നാനം കുരിശിൽ ചൊരിഞ്ഞ തന്റെ ജീവനാണെന്ന് പിന്നീട് വ്യക്തമാകുന്നു. അധികാരത്തിനും ശക്തിക്കും വേണ്ടിയുള്ള എല്ലാ ആഗ്രഹങ്ങളും ത്യജിക്കാതെ ക്രൂശിലെ സ്നാനം സാധ്യമല്ല എന്ന് യേശു പഠിപ്പിക്കുന്നു. ക്രൂശ് താഴ്മയുടെയും വെറുമയാക്കലിന്റെയും പ്രതീകമാണ്. അവനു വേണ്ടി സ്വന്തം ജീവൻ പോലും നഷ്ടമാക്കുവാൻ സന്നദ്ധരാവുക എന്ന് യേശു പഠിപ്പിക്കുന്നു. തന്നെത്താൻ ഉയർത്തുന്നവരെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവരെല്ലാം ഉയർത്തപ്പെടും എന്ന് യേശു പറയുന്നു. സ്വന്തം ജനത്താൽ ഉപേക്ഷിക്കപ്പെട്ട്, വിധിക്കപ്പെട്ട്, തെറ്റിദ്ധരിക്കപ്പെട്ട് ക്രൂശിലെ രക്തത്തിൽ മുങ്ങുന്ന യേശുവിന്റെ സ്നാനം എത്ര വേദനാജനകമാണ്. ക്രിസ്തുവിനെ അനുഭവിക്കുവാൻ തയ്യാറാകുമ്പോൾ ക്രൂശിലെ സ്നാനത്തിന്റെ അനുഭവങ്ങളിലൂടെ നാമും കടന്നു പോകേണ്ടി വരും. ജീവിതത്തിൽ ക്രിസ്തുവിന്റെ ഭാവം ധരിക്കുവാൻ നമുക്ക് കഴിയണം. ഈ നോമ്പുകാലം ക്രിസ്തുവിന്റെ ക്രൂശിന്റെ വഴികളിലൂടെ യാത്ര ചെയ്യുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.